നോക്കൂ നിങ്ങൾ, പരിശുദ്ധമാക്കപ്പെട്ട കഅബയുടെ കിസ്വ അതെത്രത്തോളം പരിശുദ്ധമാണ് മുസ്ലിമീങ്ങൾക്കെന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതേ കഅബയുടെ കിസ്വ ലോക പ്രശസ്തനായ ഒരു ക്രിമിനൽ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മനുഷ്യൻ്റെ വീട്ടിൽ അയാൾ ഒരു നിലത്തൊരു പരവതാനി പോലെ വിരിച്ചു വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ നടക്കുന്നതായിട്ടുള്ള ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ വല്ലാത്ത അമ്പരപ്പാണ് മുസ്ലിം ലോകം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പലരും ഒന്ന് തൊട്ട് മുത്താൻ ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ച് കാരണമില്ല അതിന്, ഒറ്റ കാരണമേ ഉള്ളൂ. എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു കിസ്വ പരിശുദ്ധമാക്കപ്പെട്ട കഅബയുടെ മുകളിൽ പതിച്ചു എന്നുള്ള ഒരു കാരണം. കഅബാലയത്തിന് തന്നെയാണ് പ്രശസ്തി. കിസ്വ എന്ന് പറയുന്ന ആ ഒരു വസ്ത്രത്തിന് ഒരു പ്രശസ്തിയുമില്ല. പക്ഷെ അത് കഅബയുടെ മുകളിൽ തട്ടി എന്നുള്ളത് കൊണ്ട് മുസ്ലിമീങ്ങൾ അതിനെ വളരെ ആദരവോടുകൂടെയാണ് കാണുന്നത്. അതേ കിസ്വ വലിയ ലോക പ്രശസ്തനായിട്ടുള്ള എഫ്റ്റിൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വീട്ടിൽ ഒരു പരവതാനി പോലെ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ലൈംഗിക കുറ്റവാളികൾ നടന്നു നീങ്ങുമ്പോൾ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്ത പ്രയാസം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിനെക്കുറിച്ച്. പലരും പറയുന്നുണ്ട് ഇത് ഫേക്കാണ് എന്ന്. പക്ഷേ ഇത് ഫേക്കാണ് എന്ന് പറയാൻ നിർവാഹമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം നിങ്ങൾക്കറിയാം, ഈ ലോക രാജ്യങ്ങളുടെ വലിയ വലിയ നേതാക്കന്മാരെ അമേരിക്കയുടെ പ്രസിഡന്റിനെ പോലെ ഇന്ത്യയുടെ നേതാക്കളെ പോലെയും വിലക്ക് വാങ്ങിയിട്ട് ഒരു ദ്വീപിലൊരു ഐലൻഡ് സൃഷ്ടിക്കുകയും അവിടെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് കാഴ്ചവെച്ചത് ചെറിയ കുട്ടികളെയാണ്. അതിൻ്റെതായിട്ടുള്ള എല്ലാ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ഇന്ന് അവൈലബിൾ ആണ്. ഒരു മനുഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെ അപ്പുറമാണ് ഇയാളുടെ ചെയ്തി എന്ന് പറയുന്നത്. 2019 ഈ മനുഷ്യൻ പിടിയിലാവുകയും പോലീസ് സ്റ്റേഷനിൽ വെച്ച്, ജയിലിൽ വെച്ച് ഇയാൾ മരണപ്പെട്ടു എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. പക്ഷേ മരണം സ്ഥിരീകരിക്കുന്നതിൻ്റെ മുമ്പ്, അന്നേ ദിവസം അയാൾ മരിക്കുന്നതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ ആ നിമിഷം അവിടെയുള്ള ക്യാമറകൾ മുഴുവനും ഓഫായി വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതായിട്ടുള്ള ന്യൂസുകളും പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ഒരു വിഷയത്തിനെ വിലയിരുത്തുമ്പോൾ ഇത്രയും വലിയ കൊടിയ കുറ്റവാളിയുടെ കയ്യിൽ എങ്ങനെയാണ് പരിശുദ്ധ കഅബയുടെ കിസ്വ എത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. പല അറബ് രാജ്യങ്ങളുടെയും ഭരണാധികാരികളെപ്പോലും ഇയാൾ വിലക്ക് വാങ്ങിയിട്ടുണ്ട്. കേവലം ശാരീരിക ലൈംഗിക സുഖത്തിന് വേണ്ടിയിട്ട് കഅബയുടെ കിസ്വ പോലും അവർ ഇയാളുടെ മുമ്പിൽ അടിയറ വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പാവപ്പെട്ട ഈമാനുള്ള ഒരു വ്യക്തിക്ക് പരിശുദ്ധമാക്കപ്പെട്ട കഅബയുടെ കിസ്വ കിട്ടുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത പ്രയാസമായിരിക്കും. പക്ഷേ ഇതുപോലെയുള്ള ആളുകൾക്ക് കഅബയുടെ കിസ്വ കിട്ടുക എന്ന് പറയുന്നത് നിസാരമായിരിക്കും. അവർക്കതിനോട് മൂല്യതയില്ല, അവർക്കതിനോട് സ്നേഹമോ ആദരവോ ഒന്നുമില്ല. മറിച്ച് അതിനെ എത്രത്തോളം ചവിട്ടി തേക്കാൻ കഴിയുമോ അതാണ് അവർ നോക്കുക. ഇതിൻ്റെ ഒക്കെ പിന്നിൽ നിൽക്കുന്നത് ഇസ്രയേലാണ് എന്നുള്ളത് വളരെ പ്രശസ്തമാക്കപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇന്ന് ലോകരാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ അവർക്കെതിരെ നീങ്ങാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ജഫ്റ്റിൻ്റെ ചില ഫയലുകളും വീഡിയോകളും പുറത്തു വന്നതോടുകൂടി നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. പലരും മാനം പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിലേക്ക് തിരിഞ്ഞു പോലും നോക്കാത്തത്. പക്ഷേ പല ആളുകളുടെയും ചീഞ്ഞളിയുന്ന മുഖം മൂടികൾ ഇന്ന് അഴിഞ്ഞ് വീഴുകയാണ്. അതിൽ ഇന്ത്യയിലുള്ള ഭരണാധികാരികൾ പോലും ഉണ്ട് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണെങ്കിൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇത്രത്തോളം ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പോലും പല ഭരണാധികാരികളും അതേ സ്ഥാനത്ത് തന്നെ ഇരിക്കുകയാണ്. എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും, പണവും പവറുമാണ് എന്ന്. സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ വേറെ ചില കുറിപ്പുകളും വായിക്കാനായിട്ട് കഴിഞ്ഞു. എഫ്റ്റിൻ ഉപയോഗിച്ചിട്ടുള്ള കഅബയുടെ കിസ്വ എന്ന് പറയുന്നത് അയാൾ നിലത്തിട്ട് ചവിട്ടിയിട്ടൊന്നുമില്ല, മറിച്ച് അയാളുടെ വീട്ടിൽ ചുമരിൽ അയാളത് പ്രദർശിപ്പിച്ചു വെച്ചിരുന്നു എന്നുള്ളതായിട്ടുള്ള ന്യൂസുകളും മറ്റു വിഷയങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ പുറത്തു വരുന്നുണ്ട്. പറയുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയണം. ഈ ഒരു കാര്യം കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ളത് അയാളുടെ വീട് റെയ്ഡ് ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരും മാധ്യമക്കാരുമൊക്കെ ഈ ഒരു വിഷയം റിപ്പോർട്ട് ചെയ്തതായിട്ടും പുറത്തു വരുന്നുണ്ട്. എങ്ങനെയാണ് ഇയാളുടെ കയ്യിൽ ആര് മൂലമാണ്
കഅബയുടെ കിസ്വ എത്തിയത് എന്നതിന് ഇപ്പോഴും ഒരു തെളിവും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഈ കഅബയുടെ മുകളിലുള്ള കിസ്വ എന്ന് പറയുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് ഒരു പുണ്യവുമില്ല അതിൻ്റെതായ ഭാഗത്തുകൂടി. മറിച്ച് കഅബയുടെ മുകളിലിട്ടു എന്ന ആ ഒരു ബഹുമാനവും ആദരവും മാത്രമാണ് ആ ഒരു കിസ്വക്കുള്ളത്. പല ആളുകളും ചിലപ്പോൾ ചിന്തിക്കും, കിസ്വയാണല്ലോ ഈ ചെയ്തിട്ടുള്ളത് എന്ന്. ഇതേ കിസ്വയാണ് പല വർഷങ്ങളിലായിട്ട് ഭരണാധികാരികൾ ചേർന്നുകൊണ്ട് മാറ്റുകയും പുതിയത് ആ കഅബയുടെ മുകളിലായിട്ട് ഇടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കിസ്വക്ക് ഒരു ഗുണവുമില്ല എന്നുള്ളതാണ് ആദ്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ എന്താണ് ആളുകൾ ഈ ഒരു വിഷയത്തിൽ വികാരഭരിതരാവാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, ഇതേ കിസ്വ കഅബയുടെ മുകളിലിട്ടു, കഅബയുടെ ചുമരിൽ അതിൻ്റെ സ്പർശനം തട്ടി എന്നുള്ളതാണ്. കഅബാലയം എന്ന് പറയുന്നത് അതിന് വിശുദ്ധിയുണ്ട്. കഅബയുടെ മുകളിലിടുന്ന ആ ഒരു കിസ്വക്ക് ആദരവും ബഹുമാനവുമാണ് മുസ്ലിം സമുദായം കൽപ്പിക്കുന്നത്. അതല്ലാതെ അതിൻ്റെ പുറമെ ആ കിസ്വക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പവിത്രതയും ഇല്ല എന്നുള്ള വസ്തുത കൂടി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഈ കിസ്വയുടെ കാര്യം, ഈ കിസ്വ വലിയ വലിയ നേതാക്കൾക്കും ഭരണാധികാരികൾക്കുമൊക്കെ ഇതിൻ്റെ ഉടമസ്ഥർ അല്ലെന്നുണ്ടെങ്കിൽ മദീനയിലെ ഭരണാധികാരികളൊക്കെ കൈമാറാറുണ്ട് എന്നുള്ള ന്യൂസുകളും നമ്മൾ കേൾക്കാറുണ്ട്. കഅബയുടെ കിസ്വക്ക് ഒരു മൂല്യവുമില്ല എന്ന് ഞാൻ 2 പ്രാവശ്യം ഇവിടെ പറഞ്ഞു. കഅബയുടെ ഒരു മൂലയിലിരിക്കുന്ന ഒരു കല്ലാണ് ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന മുസ്ലിം സമൂഹം ഏറ്റവും കൂടുതൽ ബഹുമാനത്തോടെയും ആദരവോടുകൂടെയും നോക്കുന്ന ഒരു കല്ല്. ആ കല്ലിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഹജ്ജിന് പോകുമ്പോൾ പലരും ആ ഒരു കല്ലൊന്ന് തൊട്ടുമുത്താൻ വേണ്ടിയിട്ട് ജനങ്ങളെ തിക്കിത്തിരക്കിക്കൊണ്ട് അതിൻ്റെ അടുത്ത് പോകാറുണ്ട്. ആ കല്ലിന് കല്ലിൻ്റെതായ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഒരു പ്രത്യേകതയുമില്ല. അള്ളാൻ്റെ റസൂൽ അതിനെ ബഹുമാനിച്ചു. ആ രൂപത്തിലാണ് നമ്മൾ ആ ഒരു കല്ലിനെ കാണുന്നത്. അതല്ലാതെ ആ കല്ലിന് എന്തെങ്കിലും ഗുണമുണ്ട്, ആ കല്ലിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിറവേറ്റിത്തരാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസവും മുസ്ലിങ്ങൾക്ക് ആ ഒരു ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലിൻ്റെ വിഷയത്തിലില്ല. അതുപോലെ തന്നെയാണ് ഈ കിസ്വ എന്ന് പറയുന്ന കാര്യവും. ഞാൻ ഈ ഒരു വിഷയം ഇതിൻ്റെ മുമ്പ് 2 വട്ടം പറഞ്ഞു വെച്ചു. വീണ്ടും വീണ്ടും ഈ ഒരു വിഷയം പറയാനുള്ളതിൻ്റെ കാരണം, പല മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകളും ചിന്തിച്ച് വെച്ചിട്ടുണ്ട് ഈ കിസ്വക്ക് അതിൻ്റേതായിട്ടുള്ള എന്തോ ഒരു പവിത്രത ഉണ്ടോ എന്ന്. അങ്ങനെ ഒരു പവിത്രതയും ആ കിസ്വ എന്ന് പറയുന്ന ആ ഒരു തുണിക്കില്ല എന്നുള്ളതാണ്. ഒരുപാട് ആളുകളുടെ പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെയാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട കിസ്വ എന്ന് പറയുന്നത്. അതിൽ എഴുതിയിട്ടുള്ള പേരുകൾ അതൊക്കെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരുപാട് ആളുകളുടെ അഹോരാത്രമുള്ള പരിശ്രമമാണ് എന്നുള്ളത് കൂടി നമ്മൾ വിസ്മരിക്കാതിരിക്കുക.